വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. 20 കറണ്ട് അഫയേഴ്സ് വിതിൻ 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ 11ാമത്തെ ടോപ്പിക്കാണ്. അപ്പോൾ 11ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. 2024 നൊബേൽ പ്രൈസ്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൊട്ട് തലേ വർഷം നടന്ന നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ക്വസ്റ്റ്യൻ മിക്കവാറും കേസിൽ കിട്ടാറുള്ളതാണ്. അപ്പോൾ കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഉൾപ്പെടുത്തി ഈ കറണ്ട് അഫയേഴ്സിൻ്റെ 20 ക്ലാസ്സുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൻ്റെ ലെങ്ത് അല്ല നോക്കേണ്ടത്, ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് കിട്ടുന്നു എന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നൊബേൽ പ്രൈസിലേക്ക് പോകാം, സമയം കളയുന്നില്ല. നമുക്കറിയാം, സമാധാനം, സാഹിത്യം, രസതന്ത്രം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകൾക്കാണ് സാധാരണ എന്ത് കൊടുക്കുക? നൊബേൽ പ്രൈസ് കൊടുക്കാറുള്ളത്, അല്ലേ? അപ്പം 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയത് നിഹോങ് ഹിഡൻക്യോയ്ക്കാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന് മുമ്പും ഞാൻ നൊബേൽ പ്രൈസിൻ്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചേക്കാം, ഇതിന് മുമ്പുള്ള നൊബേൽ പ്രൈസിൻ്റെ ക്ലാസ്. കാരണം അവിടെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അതായത് സംഭവം ഇതൊക്കെ തന്നെ, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് പ്രസ്താവനയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെന്നുള്ള രീതിയിലാണ് അവിടെ ഞാൻ ഇട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് വേണ്ടവർക്ക് ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഇതില്ലേ, ലിങ്ക് ഓപ്പൺ ചെയ്ത് ആ ക്ലാസ്സും കാണാവുന്നതാണ്. ഇതല്ലാതെ നന്നായിട്ട് അറിയാമെന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിവിഷൻ ചെയ്തു പോവുകയോ അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭിച്ചത് നിഹോങ് ഹിഡൻക്യോയ്ക്കാണ്. അതുപോലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭിച്ചത് ഹാൻ ക്യാങ്. ഓക്കെ, ഹാൻ ക്യാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ചെയ്തത്. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ ഞാൻ ഒരു വഴി പറയാം. സാഹിത്യം എന്ന് പറയുമ്പോഴത്തേക്കും രചനകളാണ്, അല്ലേ? ഒന്നുകിൽ നമ്മളൊരു ബുക്കിൽ എഴുതി അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെയാണ് നമ്മുടെ സൃഷ്ടികൾ വെളിയിലേക്ക് നമ്മളത് ഒരു പുസ്തക രൂപത്തിലേക്ക് കൊണ്ടുവന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന നമ്മൾ പല കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹാൻഡ് കൊണ്ടാണ് ചെയ്യുന്നത്, കൈ കൊണ്ടാണ്, ഹാൻഡ്. അപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക, ഹാൻഡ്. ഓക്കെ, ഹാൻ ക്യാങ്. ഓക്കെ, ഹാൻ ക്യാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിന് കിട്ടിയത് ആർക്കാണ്? നിഹോങ് ഹിഡൻക്യോയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. ഈ 3 പേർക്കായിരുന്നു കേട്ടോ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ എം ജംബർ എന്നിങ്ങനെ പറയുന്ന 3 പേർക്കായിരുന്നു രസതന്ത്രത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം 2 പേർക്കായിരുന്നു. ജോൺ ഹോപ്പ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. ജോൺ ഹോപ്പ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിങ്ങനെ 2 പേർക്കായിരുന്നു ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം. നെക്സ്റ്റ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിൻ. 2 വ്യക്തികൾക്കായിരുന്നു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ലാസ്റ്റ് സാമ്പത്തിക ശാസ്ത്രമാണ്. 3 പേരാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത്. ഡാരൻ അസ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഓക്കെ, ഈ 3 പേർക്കായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത്. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടും. പ്രസ്താവന ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പാകത്തിനുള്ള ക്ലാസ് ആണെങ്കിൽ അത് കാണുക. 1 വേർഡ് ചോദിച്ചാൽ എഴുതാൻ പാകത്തിനുള്ള ക്ലാസ് വേണമെങ്കിൽ ഇത് കാണുക. ഒന്ന് പറയാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ പഠിക്കുക. താങ്ക്